to study Unit 11, that is ICT in Social Research. That is the last unit of BSOC 134, Methods of Sociological Inquiry. Objectives of the study are: what exactly is ICT and how is it related to social science research? First objective ആണ് വാട്ട് എക്സാക്ട്ലി ഈസ് ഐ സി ടി. ഐ സി ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ആൻഡ് ഹൗ ഈസ് ഇറ്റ് റിലേറ്റഡ് ടു സോഷ്യൽ റിസർച്ച്. സോഷ്യൽ റിസർച്ചുമായിട്ട് ഇതെങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സെക്കൻഡ് ഒബ്ജക്റ്റ്, അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ സി ടി ഇമ്പാക്ട് സോഷ്യൽ സയൻസ് റിസർച്ചിന് എന്ത് പ്രതിഫലനമാണ് ഐ സി ടി ഉണ്ടാക്കുന്നത്. പിന്നെ എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ദാറ്റ് ഹാവ് എമർജ്ഡ് ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച് ആഫ്റ്റർ അഡോപ്ഷൻ ഓഫ് ദ ഐ സി ടി. ഐ സി ടി കൂടി കാര്യങ്ങൾ ചെയ്തപ്പോൾ സോഷ്യൽ സോഷ്യൽ സയൻസ് റിസർച്ചിലുണ്ടായ ചേഞ്ചസ് എന്തെല്ലാമാണ്. ടു അസസ് ഹൗ അക്കാഡമിയ ഹാസ് ബെനിഫിറ്റഡ് ഫ്രം ദിസ് ഹോളി അസോസിയേഷൻ. അപ്പോൾ ഈ അസോസിയേഷനിലൂടെ റിസർച്ച് ഫീൽഡിന് എന്തൊക്കെ ബെനിഫിറ്റാണ് ഉണ്ടായിരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ലെസണിലൂടെ പഠിക്കാൻ പോകുന്നത്. ICT or Information and Communication Technology refers to such technologies that provide us access to the vast body of knowledge through telecommunications. അപ്പോൾ വാസ്റ്റ് ബോഡി ഓഫ് നോളജ്, ടെലികമ്മ്യൂണിക്കേഷൻസിൽ കൂടി നമുക്ക് കിട്ടുന്ന കൂമ്പാരമായിട്ടുള്ള വാസ്റ്റ് ബോഡി ഓഫ് നോളജ് എങ്ങനെ നമുക്ക് പ്രാപ്യമാക്കാം എന്നുള്ളതാണ് ഐ സി ടി കൂടി, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിൽ കൂടി റെഫർ ചെയ്യുന്നത്. ദിസ് മേ ഇൻക്ലൂഡ് എ വൈഡ് റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ലൈക്ക് അപ്പോൾ ഈ ഐ സി ടിയിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഉൾപ്പെട്ടിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ലൈക്ക് ദ ഇൻ്റർനെറ്റ്, വയർലെസ് നെറ്റ്വർക്ക്, സെല്ലുലാർ ഫോൺസ് ആൻഡ് of course other modes of communications. Undoubtedly, information and communication technologies had gifted our society with an extensive range of dynamic communication modalities which enabled our people to communicate in real time, especially with others inhabiting far off countries, through such technologies as instant messaging, voice over IP, video conferencing and ടെലികോൺഫറൻസസ്. അപ്പോൾ എത്ര ദൂരത്തിലുള്ള ആളുകളായിട്ടായാലും രാജ്യങ്ങളായിട്ടും ഒക്കെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഈ ഐ സി ടിയിൽ കൂടി നമുക്ക് ലഭ്യമാവുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ വെച്ചാൽ ഇറ്റ് ഈസ് മെസ്സേജ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് കാര്യങ്ങൾ, അതുപോലെ വോയിസ് ഓവർ IP, പിന്നെ വീഡിയോ കോൺഫറൻസിങ് ആൻഡ് കോൺഫറൻസസ്. അപ്പോൾ ഇതിൽ കൂടിയൊക്കെ വളരെ വേഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മാധ്യമമാണിത്. സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്സ് ലൈക്ക് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം allow users across the globe to establish contacts with one another frequently and with considerable warmth and comfort. അപ്പോൾ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്സ് അത് ഏതൊക്കെയാണ്? നമ്മൾ സാധാരണ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, അതുപോലെ ഉള്ള മറ്റ് കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ട് എത്രയും എളുപ്പത്തിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാനും വാർത്തകൾ അങ്ങും ഇങ്ങും പങ്കുവെക്കാനും അതിൻ്റെ ഒരു കാര്യത്തിൻ്റെ ചൂടാറും മുമ്പ് എല്ലായിടത്തേക്കും എത്താനും ഈ സംഗതികളെല്ലാം നമുക്ക് സഹായകമാണ്. വി ക്യാൻ സേ ദാറ്റ് ICT serves as the base of modern computation, which in turn had engineered the most modern form of virtual communication and dialogue. Though it is quite difficult to find one universal definition for ICT. അപ്പോൾ ICTക്കായിട്ട് ഒരു പ്രത്യേക സാർവഭൗമികമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. വളരെയധികം കാര്യങ്ങൾ ഇതിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ വി ജനറലി ടേക്ക് ദ കോയിനേജ് ടു മീൻ ഓൾ ദോസ് apparatus, devices, network related configurations, applications and system rubrics that grossly account for individuals and government or corporate bodies that work in unison as stakeholders to interact themselves or to enable interaction in digitized വേൾഡ്. അപ്പോൾ ഈ ഡിജിറ്റൈസ്ഡ് വേൾഡിൽ കൂടി ഒത്തിരി സംഗതികൾ മുൻപിലേ പറഞ്ഞ പല സംഗതികളിൽ കൂടിയുള്ള ആ മെസ്സേജ് പാസ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യാനും അങ്ങനെ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിന് ഇന്നത്തെ ലൈഫിൽ ഏറ്റവും വലിയൊരു സ്ഥാനം തന്നെയാണ് ഉള്ളത്. വൈൽ ടേക്കിംഗ് ഓഫ് ദ nitty-gritty of an ICT system, it must be said that it consists of
ബോത്ത് ദ വയേർഡ് ആൻഡ് വയർലെസ് നെറ്റ്വർക്ക്. അപ്പോൾ ഈ ICT സിസ്റ്റത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്, വയേർഡ് ആൻഡ് ദ വയർലെസ് നെറ്റ്വർക്ക്സ്. രണ്ട് തരം നെറ്റ്വർക്ക്സും ഇതിൽ ലഭ്യമാണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് വുഡ് ഓൾസോ ഇംപ്ലൈ ദ എക്സിസ്റ്റൻസ് ഓഫ് ദ നിയർ ആർക്കൈവ്ഡ് ടെക്നോളജീസ് ലൈക്ക് ദ ലാൻഡ് ലൈൻ ടെലിഫോൺസ്, റേഡിയോ ആൻഡ് ടെലിവിഷൻസ്. നമുക്ക് പണ്ടേ ഉണ്ടായിരുന്ന അതുപോലെ ലാൻഡ് ലൈൻ ടെലിഫോൺസ്, റേഡിയോ ആൻഡ് ടെലിവിഷൻസ്, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. ദോ അപ്ഡേറ്റഡ് ആസ് ദേ മേ ഹാവ് ബിക്കം, their use has not become redundant, for we still use them in the automated world today, perhaps in an altered version alongside the contemporary artificial intelligence and റോബോട്ടിക് ടെക്നോളജി. അപ്പോൾ കൂടുതൽ സയൻസ് വളർന്നപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക് ടെക്നോളജി ഒക്കെ വളർന്ന് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ പഴയ സിസ്റ്റം പല സ്ഥലങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. The list of ICT constitutes can be exhaustively long, for its keep adding to one after the other. And just for instance, അപ്പോൾ ഓരോ കാര്യങ്ങളും ദിവസം ചെല്ലുന്തോറും ഓരോരോ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ സംഗതികളും ഇതിൽ കൂടി ചേർക്കപ്പെടുന്നുണ്ട്. അതായത് സ്മാർട്ട് ഫോൺസ്, ഡിജിറ്റൽ ഡിവൈസസ് ആൻഡ് റോബോട്ടിക് സിസ്റ്റംസ് ആർ ജസ്റ്റ് എ ഫ്യൂ അഡീഷൻസ് ടു ദ എക്സിസ്റ്റിംഗ് വൺ. അപ്പോൾ ICTയിൽ ഇതുവരെ എന്തൊക്കെ ഉണ്ടായി അതേ കൂടി ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോരോ പുതിയ കാര്യങ്ങൾ കൂടി ചേർന്ന് വരികയാണ്. അപ്പോൾ ICT ഇൻ ഷോർട്ട് ഈസ് ദ ടെക്നോളജിക്കൽ അറേഞ്ച്മെന്റ്സ് മെയ്ഡ് ടു expedite the process of interaction or social communication among individuals, groups, or organizations in the digital age. ഇൻ ഷോർട്ട്, അപ്പം ചെറുതായിട്ട് സംക്ഷിപ്തമായിട്ട് നമുക്കിങ്ങനെ പറയാം, ICT therefore is an all encompassing term that covers all the every device, system or application that range from radio, television, digital phones, computers, both hardware and software network, satellite coverage, and at the same time various applications, systems and services related to them, such as video calling and distance education. അപ്പോൾ ഈ പറഞ്ഞ സംഗതികളെല്ലാം കൂടി ചേർന്ന്, അതായത് എന്തൊക്കെയാണ്, റേഡിയോ, ടെലിവിഷൻ, ഡിജിറ്റൽ ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ്, ബോത്ത്, അതുപോലെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ നെറ്റ്വർക്ക്, സാറ്റലൈറ്റ് കവറേജ്, അതുപോലെ പുതിയ ആപ്ലിക്കേഷൻസ്, സിസ്റ്റംസ് ആൻഡ് സർവീസസ്, ഇതെല്ലാം കൂടി ചേർന്നത്, വീഡിയോ കോളിംഗ്, അതുപോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഇതെല്ലാം കൂടി ചേർന്ന ഒന്നാണ് എന്ന് നമുക്ക് സംക്ഷിപ്തമായിട്ട് ICTയെ കുറിച്ച് പറയാൻ പറ്റും. Along with ICT came the age of the ubiquitous digital divide, for its brought along with its notorious gender gap in the society, riding on the tide of socio-economic factors which tore the society apart. ICT has increasingly been used as an initiator for higher education since the 1990s. അപ്പോൾ പല ഫീൽഡുകളിലും ICT അതിൻ്റെ ആ പ്രഭാവം കാണിച്ചെങ്കിലും അത് കൂടുതലായിട്ട് എഡ്യൂക്കേഷൻ ഫീൽഡിൽ അതിൻ്റെ സ്വാധീനം ചെലുത്താൻ തുടങ്ങിയത് 1990-ലാണ്. എ ഡിക്കേഡ് എഗോ വി സ്പോക്ക് ഓഫ് ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആസ് വെൽ ആസ് ട്രെയിനിങ് ദ ടീച്ചേഴ്സ്. ഇറ്റ് വാസ് ഓൺലി ഇൻ ദ ലേറ്റ് 1990s that we could see a change, and this was reflected in the wider വേൾഡ്. അപ്പോൾ നേരത്തെയൊക്കെ കുറച്ചായിട്ട് ഓരോ സ്ഥലങ്ങളിലും യൂസ് ചെയ്തിരുന്നെങ്കിലും എഡ്യൂക്കേഷൻ ഫീൽഡിൽ പ്രത്യേകിച്ച് ടെക്നിക്കൽ, അതുപോലെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻസ്, ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സസ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ICTയുടെ പ്രഭാവം നമുക്ക് കൂടുതലായിട്ട് 1990-ന് ശേഷമാണ് വളരെ വ്യാപകമായിട്ട് കണ്ടു തുടങ്ങിയത്. ഇനി എവല്യൂഷൻ ഓഫ് ICT ഇൻ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച്, എ ബ്രീഫ് ഹിസ്റ്ററി. The seeds of the evolution of ICT perhaps were shown with the development of speech in human beings. It was especially through speech that knowledge could be shared and transmitted to future generations. Other than speech, men also created symbols to communicate their feelings to each other. The invention of the first writing skill seemed to have been traced to the beginning of the Bronze Age. അപ്പോൾ ഈ the seeds of the evolution of ICT perhaps were shown with the development of speech in human beings. മനുഷ്യൻ സംസാരിക്കാൻ, ഭാഷ ഉപയോഗിച്ചിട്ട്, വേർഡ്സ് ഉപയോഗിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങിയ കാലത്ത് തന്നെ ഈ ICTയുടെ സീഡ്സ്
സീഡ്സ് നമ്മൾ വിതച്ച് കഴിഞ്ഞെന്ന് പറയാം. അപ്പം അതോടുകൂടി തന്നെ പിന്നെ ഓരോ ഓരോ കാര്യങ്ങളിലും കൂടുതൽ കൂടുതൽ ഫലപ്രദമായിട്ട് വലുതായി വരാൻ തുടങ്ങി. അങ്ങനെ ഇറ്റ് വാസ് എസ്പെഷ്യലി ത്രൂ സ്പീച്ച് ദാറ്റ് നോളജ് കുഡ് ബി ഷെയർഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ടു ഫ്യൂച്ചർ ജനറേഷൻ. സ്പീച്ച് കൂടിയാണ് ഫ്യൂച്ചർ ജനറേഷനിലേക്ക് നമ്മൾ അറിവ് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് അറിവ് ട്രാൻസ്മിറ്റ് ചെയ്യണത്. അപ്പോൾ അതർ ദാൻ സ്പീച്ച് കൂടാതെ മെൻ ഓൾസോ ക്രിയേറ്റഡ് സിമ്പിൾസ് ടു കമ്മ്യൂണിക്കേറ്റ്. ആദ്യ കാലഘട്ടങ്ങളിലെ കാര്യങ്ങളാണ് പറയുന്നത്. സ്പീച്ച് കൂടാതെ മനുഷ്യൻ ചില സിമ്പിൾസ് ഉപയോഗിച്ചും അവരുടെ ഫീലിങ്സ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതി സ്വീകരിച്ചിരുന്നത്. ദ ഇൻവെൻഷൻ ഓഫ് ദ ഫസ്റ്റ് ട്രേസ് ടു ദ ബിഗിനിങ് ഓഫ് ദ ബ്രോൺസ് ഏജ്. ബ്രോൺസ് ഏജിൽ കൂടിയാണ് ആദ്യമായിട്ട് എഴുതാനുള്ള ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തത്. ഇനി വരുന്നതൊക്കെ ഇൻവെൻഷൻ ഓഫ് റൈറ്റിംഗ്. അതെങ്ങനെയാണെന്നും പഴയ ആ ലിപി ഫോം എങ്ങനെയായിരുന്നു, പ്രോട്ടോടൈപ്പിംഗ് എങ്ങനെയുണ്ടായിരുന്നു, അതുപോലെ ഓരോ രാജ്യങ്ങളിൽ കൂടെയും കടന്നുപോയിട്ട് ഈജിപ്ത്, ചൈന, അതുപോലെ ഇന്ത്യ, എല്ലാ രാജ്യങ്ങളിലും മെക്സിക്കോ, അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് മനുഷ്യൻ. അങ്ങനെ അവസാനം ICT എന്നുള്ള ആ ഒരു ക്ഷേത്രത്തിൽ വന്ന് ആ മണ്ഡലം ആ ഡൊമൈനിൽ എത്തിച്ചേർന്നത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ എവല്യൂഷൻ ഹിസ്റ്ററിയാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം സിമ്പിളായിട്ടുള്ളതാണ്, തന്നെ വായിച്ചു നോക്കിയാൽ മതി. സെൽഫ് റീഡിങ്ങിന് പറ്റിയതാണ് അത്. ഇനി അടുത്ത ഭാഗം നോക്കാം. ഇൻഡക്ഷൻ ഓഫ് ICT ത്രൂ മാസ് മീഡിയ. Probably the first known exploration of negotiation of ICT with education may date back to the colonial era, when India aired its first radio broadcasting session in June 1923 by Radio Club of മുംബൈ. അപ്പോൾ റേഡിയോ ക്ലബ് ഓഫ് മുംബൈയിൽ 1923 ആദ്യത്തെ പ്രക്ഷേപണത്തോടു കൂടിയാണ് നമ്മളിൽ ഇവിടെ ഇൻഡക്ഷൻ ഓഫ് ICT അത് മാസ് മീഡിയയിൽ കൂടി ഡെവലപ്പ് ചെയ്തത്. Way back in the 1930s, the British Broadcasting Corporation, better known as BBC, used to broadcast educational and culturally flavored programs through broadcast radio. അപ്പോൾ in 1930 ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, അതായത് BBC നമ്മൾ പറയണത്, ബ്രോഡ്കാസ്റ്റ് ചെയ്ത് എന്തെല്ലാമാണ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറലി ഫ്ലേവേർഡ് പ്രോഗ്രാംസ്. അപ്പോൾ റേഡിയോയിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇനി in 1937 All India Radio started broadcasting its educational programs for school going children. 1937 ഓൾ ഇന്ത്യ റേഡിയോ ആണ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് റേഡിയോയിൽ കൂടി ഇന്ത്യയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇറ്റ് ഹാഡ് ബിൻ എ ലോങ് ടൈം വേ ബാക്ക് ഇൻ 2002 ദാറ്റ് ഇന്ത്യസ് ഫസ്റ്റ് എഡ്യൂക്കേഷണൽ റേഡിയോ സ്റ്റേഷൻ കോൾഡ് ഗ്യാൻ വാണി വാസ് ലഞ്ച്ഡ്. അപ്പോൾ 2002 അതിനൊക്കെ ശേഷം 2002 ഗ്യാൻ വാണി എന്നുള്ള ആ ഒരു റേഡിയോ സ്റ്റേഷൻ നമുക്കിവിടെ സ്ഥാപിതമായി. ഗ്യാൻ വാണി വാസ് ആൻ എഡ്യൂക്കേഷണൽ FM റേഡിയോ സ്റ്റേഷൻ സെർവിങ് സെവറൽ സിറ്റീസ് ഓഫ് ദ കൺട്രി. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പല സിറ്റീസിലും ഈ ഗ്യാൻ വാണിയിലൂടെ FM റേഡിയോ സ്റ്റേഷൻ ഒത്തിരി വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങി. ഇറ്റ്സ് പ്രോഗ്രാംസ് ആർ സ്കെച്ച്ഡ് ഔട്ട് ബൈ വേരിയസ് ബോഡീസ് ലൈക്ക് എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ, നോൺ government organizations, United Nations agencies, ministries of the government, central and particularly state open universities. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം വ്യാപകമായിട്ട് ഈ ഗ്യാൻ വാണിയുടെ പ്രക്ഷേപണം ലഭിച്ചുകൊണ്ടിരുന്നു. Coming to television, we find that it definitely was more effective than its radio, given its unique feature of combining both the audio and visual technology. Role of television as an instructional medium found its first appearance in 1932. അപ്പോൾ റേഡിയോയിൽ കൂടി നമുക്ക് സൗണ്ട് മാത്രമാണ് കേൾക്കാൻ പറഞ്ഞാൽ വിഷ്വൽ ആയിട്ടൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. എന്നാലും 1932 ടെലിവിഷൻ എല്ലായിടത്തും പ്രചാരം കിട്ടിയപ്പോൾ കേൾക്കലും കാണലും രണ്ടും സംഭവ്യമായി. റോൾ ഓഫ് ടെലിവിഷൻ ആസ് ആൻ ഇൻസ്ട്രക്ഷണൽ മീഡിയം ഫൗണ്ട് ഇറ്റ്സ് ഫസ്റ്റ് അപ്പിയറൻസ് ഇൻ 1932 ബൈ ദ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ലോവ ഇൻ USA ഓൺ ആൻ എക്സ്പെരിമെൻ്റൽ മോഡ്. 1932 യൂണിവേഴ്സിറ്റി ഓഫ് ലോവ US അവിടെയാണ് ഒരു എക്സ്പെരിമെൻ്റൽ രീതിയിൽ ടെലിവിഷൻ ആദ്യം
പ്രത്യക്ഷപ്പെട്ടത്. ലേറ്റർ ഓൺ ഓയിങ് ടു വേൾഡ് വാർ ടു ദ യൂസ് ഓഫ് ടെലിവിഷൻ ഹാഡ് ടു ബി മിനിമൈസ്ഡ്. പിന്നീട് വേൾഡ് വാർ ടുവിൻ്റെ ആ കാലഘട്ടത്തിൽ ടെലിവിഷൻ്റെ യൂസേജ് കുറഞ്ഞു. എന്നാൽ ഹവർ ദ USA by now had very well understood the importance of television in imparting education and had therefore reserved 242 frequencies for educational broadcast on the basis of neither profit nor commercialization in 1952. അപ്പോൾ പിന്നീട് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ USA ഏതാണ്ട് 242 ഫ്രീക്വൻസീസ് ഫോർ എഡ്യൂക്കേഷണൽ ബ്രോഡ്കാസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് നൈദർ പ്രോഫിറ്റ് നോർ കോമേഴ്ഷ്യലൈസേഷൻ. അപ്പോൾ എഡ്യൂക്കേഷൻ ബ്രോഡ്കാസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അതിൽ ലാഭേച്ഛ ഒന്നും കൂടാതെ ഈ കാര്യത്തിനായിട്ട് കൂടുതൽ പ്രയത്നിച്ച്. However, by 1961, educational television began to grow by leaps and bounds, and there was no turning its back. Some of the universities who took the pioneering role in creating networks for the reaching both on campus and off-campus students populace were Ohio University, University of Texas, and the University of Maryland. അപ്പോൾ ഈ 3 യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്? ഒഹിയോ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് ആൻഡ് ദ യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ് ഒക്കെ കൂടുതൽ പ്രാധാന്യം നൽകി ടെലിവിഷൻ പ്രോഗ്രാംസ് ഒക്കെ ഓൺ ക്യാമ്പസിലും അതുപോലെ ഓഫ് ക്യാമ്പസിലും സ്റ്റുഡൻസിന് കാണത്തക്ക രീതിയിൽ പ്രക്ഷേപണം ചെയ്യേണ്ടായി. ഇനി അടുത്തത് എവല്യൂഷൻ ഓഫ് ICT ത്രൂ കമ്പ്യൂട്ടർ ആൻഡ് മൾട്ടിമീഡിയ. കമ്പ്യൂട്ടറിൽ കൂടിയും അതുപോലെ മൾട്ടിമീഡിയ കൂടിയുള്ള എവല്യൂഷൻ ഓഫ് ICT അതെന്താണെന്ന് നോക്കാം. ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി probably reached its peak with the coming of computers and multimedia. അപ്പോൾ കമ്പ്യൂട്ടേഴ്സിൻ്റെ മൾട്ടിമീഡിയയുടെ ഒക്കെ ആ വരവോടുകൂടിയാണ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അതിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് എത്തിച്ചേർന്നത്. കമ്പ്യൂട്ടേഴ്സ് ഡേറ്റ് ബാക്ക് ടു ദ ഏർലി 19th century when Charles Babbage, an English mechanical engineer, conceived the idea of programmable computer. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് ഡേറ്റ് ബാക്ക് ടു ദ ഏർലി 19th century വെൻ ചാൾസ് ബബേജ്, അദ്ദേഹം ഒരു ഇംഗ്ലീഷ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അദ്ദേഹത്തിൻ്റെ ഐഡിയയാണ് ദ ഐഡിയ ഓഫ് പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടർ സൃഷ്ടിച്ചത് അദ്ദേഹത്തിൻ്റെ ഐഡിയ കൂടിയാണ്, അതായത് ചാൾസ് ബബേജിൻ്റെത്. ഇൻ 1980 മൈക്രോസോഫ്റ്റ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒറിജിനേറ്റഡ്. അപ്പം മൈക്രോസോഫ്റ്റ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒറിജിനേറ്റ് ചെയ്തത് 1980 സബ്സിക്വൻ്റ്ലി തുടർന്ന് ഇൻ 1982 ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻസ് കോർപ്പറേഷൻ, IBM എന്ന് അറിയപ്പെടുന്ന ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻസ് കോർപ്പറേഷൻ, ആൻഡ് അമേരിക്കൻ മൾട്ടിനാഷണൽ ടെക്നോളജി കമ്പനി ഹെഡ്ക്വാർട്ടേഡ് ഇൻ ന്യൂയോർക്ക് ഇൻട്രൊഡ്യൂസ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഫോർ ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രീരിയൽ പർപ്പസസ്. അപ്പോൾ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രീരിയൽ ഉദ്ദേശത്തോടുകൂടി ഒരു അമേരിക്കൻ മൾട്ടിനാഷണൽ ടെക്നോളജി കമ്പനി അത് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ന്യൂയോർക്കിലുള്ളത് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സൂൺ later effort were made to build the interconnected computer network that originated in the United States through ongoing collaborations with the researchers in the United Kingdom and France. അപ്പോൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സും കൂടി ബന്ധപ്പെട്ട് ഈ ഫീൽഡിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഏർലി പാക്കറ്റ് സ്വിച്ചിങ് നെറ്റ്വർക്ക്സ് ലൈക്ക് ദ NPL നെറ്റ്വർക്ക്. അപ്പോൾ ആദ്യത്തെ ഏർലി പാക്കറ്റ് സ്വിച്ച് നെറ്റ്വർക്ക്സ് അതായത് NPL നെറ്റ്വർക്ക്, പിന്നെ അർഫാനെറ്റ്, മെറിറ്റ് നെറ്റ്വർക്ക് ആൻഡ് സൈക്ലൈഡ്സ് ഇൻ ദ ഏർലി 90s മെയ്ഡ് ഇൻറ്റൻസീവ് റിസർച്ച് ടു പ്രൊവൈഡ് ഡാറ്റ നെറ്റ്വർക്ക്. അപ്പോൾ ഡാറ്റ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഈ NPL നെറ്റ്വർക്ക്, അപ്പാരനെറ്റ്, മെറിറ്റ് നെറ്റ്വർക്ക് ആൻഡ് സൈക്ലൈഡ്സ് അതെല്ലാം തുടങ്ങി. മച്ച് ലേറ്റർ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് അതായത് LANS ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് വെയർ ഡെവലപ്ഡ് ആൻഡ് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ത്രൂ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ അതായത് TCP എന്നാണ് അതിനെ അറിയപ്പെടുന്നത്, ആൻഡ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ IP. ഇറ്റ് വാസ് സൂൺ ഫോളോഡ് ബൈ ദ
അപ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻഡ്സ് വെർ ഡെവലപ്ഡ് ആൻഡ് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ത്രൂ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആൻഡ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ IP. ഇറ്റ് വാസ് സൂൺ ഫോളോഡ്. അപ്പോൾ ഇതെല്ലാം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതോടൊപ്പം തന്നെ ഇറ്റ് വാസ് സൂൺ ഫോളോഡ് ബൈ ദ ബർത്ത് ഓഫ് ദ വേൾഡ് വൈഡ് വെബ്. WWW എന്ന് പറയുന്ന വേൾഡ് വൈഡ് വെബിൻ്റെ ആരംഭമായി. ദാറ്റ് ദ ഇൻ്റർനെറ്റ് ഗ്രാജുവലി അസ്യൂം ദ ഫോം ഇറ്റ് ടുഡേ. അപ്പം ഇപ്പോൾ നമ്മൾ എങ്ങനെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണം ആ ഫോമിലേക്ക് ആയിത്തീർന്ന. ദ ഫസ്റ്റ് പോപ്പുലർ സെർച്ച് എൻജിൻ ഓൺ ദ വെബ് വാസ് യാഹൂ സെർച്ച്. അപ്പം ആദ്യത്തെ ഏറ്റവും പ്രചാരം ചെന്ന സെർച്ച് എൻജിൻ വെബിലുള്ളത് യാഹു ആയിരുന്നു. സൂൺ ദെയർ ആഫ്റ്റർ സെവറൽ അതർ സെർച്ച് എൻജിൻസ് മെയ്ഡ് ദെയർ അപ്പിയറൻസ്. അപ്പോൾ അതിനുശേഷം ആദ്യം ഉണ്ടാക്കിയത് യാഹു ആണെങ്കിൽ അതിനുശേഷം പിന്നീട് കുറേ സെർച്ച് എൻജിൻസും കൂടി അപ്പിയർ ചെയ്ത്, സച്ചാസ് മെഗലിൻ, എക്സൈറ്റ്, ഇൻഫോസിക്സ്, ഇൻടോമി എക്സെട്ര. ഇറ്റ് വാസ് only around 2000 that Google's search engine rose into limelight. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 2000ഓളം സെർച്ച് ലൈറ്റ്സുകൾ ഇതുപോലെ ഉണ്ട്. അതർ പ്രൊമിനൻറ്റ് വൺസ് സൂൺ ഫോളോഡ് സച്ച് ആസ് മൈക്രോസോഫ്റ്റ്സ് MSN, Bing and plenty others like Baidu, Gigablast and Mojik. ചാൾസ് ബഗേജിൻ്റെ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ഈസ് ആൻ ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യൻ, ഫിലോസഫർ, ഇൻവെൻറ്റർ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയർ. ബബേജ് ഒറിജിനേറ്റ് ദ കൺസെപ്റ്റ് ഓഫ് ഡിജിറ്റൽ പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടർ. അദ്ദേഹമാണ് ഡിജിറ്റൽ പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടർ ആവിഷ്കരിച്ചത്. കൺസിഡേർഡ് ബൈ സം ടു ബി ഫാദർ ഓഫ് ദ കമ്പ്യൂട്ടർ. അദ്ദേഹത്തിനെ ഫാദർ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് ലേണിംഗ് ആൻഡ് ICT. ലേണിംഗ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിക്. അപ്പം ഇലക്ട്രോണിക് അതിലൂടെയുള്ള ലേണിംഗ്, ലേണിംഗ് ആൻഡ് ICT. ലേണിംഗ് ഹവർ ഡിഡ് നോട്ട് have a very secured history. It only started back in the early 1970s. അപ്പോൾ ഒരുപാട് പാസ്റ്റ് ഹിസ്റ്ററി ഒന്നുമില്ല ലേണിംഗിൽ. ഇത് ആരംഭിച്ചത് ഏതാണ്ട് 1970 കാലഘട്ടങ്ങളിലാണ്. which however expanded rapidly from the mid-90s. mid-90s ആയപ്പോൾ അത് കൂടുതൽ വളരെ സ്പീഡോടുകൂടി അതിന് പ്രചാരം കിട്ടി ഇൻ ദ ഡെവലപ്ഡ് നേഷൻസിൽ. ഓൺലൈൻ ലേണിംഗ് appeared in 1982 when the renowned Western Behavioral Science Institute in La Jolla, California opened its School of Management and Strategic Studies. അപ്പോൾ ഓൺലൈൻ ലേണിംഗ് അതായത് ഈ കമ്പ്യൂട്ടറിൻ്റെ മാധ്യമത്തിൽ കൂടിയുള്ള കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുള്ള ആ ലേണിംഗ്, അതാണ് ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് അപ്പിയർഡ് ഇൻ 1982. അതാണ്ട് 1982 അത് ആരംഭിച്ചത്. വെൻ ദ റിനൗഡ് വെസ്റ്റേൺ ബിഹേവിയറൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ലാജോള എന്നുള്ള ബിഹേവിയറൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാലിഫോർണിയ ഓപ്പൺസ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസ്. കാലിഫോർണിയയിലുള്ള സ്കൂളാണ് ഓപ്പൺ ഇറ്റ്സ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസ്. മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ആ സ്ഥാപനത്തിലാണ് ആദ്യമായിട്ട് ഈ ലേണിംഗ് ആൻഡ് ICT എന്നുള്ള ആ ഒരു രീതി ആരംഭിച്ചത്. എ ലിറ്റിൽ ലേറ്റർ ഇൻ 1989, ഏതാണ്ട് അതിന് ശേഷം ഏതാണ്ട് 1989 ആയപ്പോൾ ദ യൂണിവേഴ്സിറ്റി ഓഫ് ഫോണിക്സ് സ്റ്റാർട്ടഡ് ഓഫറിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ത്രൂ ഇൻ്റർനെറ്റ് വർക്ക്സ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഫോണിക്സ് അതിനുശേഷം ആരംഭിച്ചവരുടെ ഓഫറിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഇൻ്റർനെറ്റ് നെറ്റ്വർക്സിൽ കൂടി ലഭ്യമാക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ സൃഷ്ടിച്ചത്. സ്കൂൾ സപ്പോസ്ഡ്ലി ഡിപ്ലോയിഡ് ദ മോഡ് ഓഫ് കമ്പ്യൂട്ടർ കോൺഫറൻസിംഗ് ടു ഡെലിവർ എ ഡിസ്റ്റൻസ് എഡ്യൂക്കേറ്റ് ബേസ്ഡ് കോഴ്സ് ടു ദ ബിസിനസ് എക്സിക്യൂട്ടീവ്സ്. ഇൻ 1989 the University of Phoenix started offering its educational programs through e-learning tactics. In 1993 again, the University of Illinois created its own web browser which helped it prosper. അപ്പോൾ അതിനുശേഷം 93 യൂണിവേഴ്സിറ്റി അതിൻ്റെതായ സ്വന്തം ഒരു വെബ് ബ്രൗസർ ഉണ്ടാക്കി. അത് ഇറ്റ് വാസ് മച്ച് ലേറ്റർ ഇൻ 1998 that the first ever full-fledged online programs made their debut. Some of such programs were offered by New York University, Western Governors University, the California Virtual University, and Trident
ട്രൈഡന്റ് യൂണിവേഴ്സിറ്റി ഇന്റർനാഷണൽ. ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഈ ലേണിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ആദ്യ കാലഘട്ടത്തിലെ യൂണിവേഴ്സിറ്റികളാണ്. അതായത് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി, വെസ്റ്റേൺ ഗവേൺസ് യൂണിവേഴ്സിറ്റി, the California Virtual University and Trident University International. Likewise, in India, we find that the computer industry originated in India with the establishment of Tata Group in collaboration with Barogas in Mumbai in 1967. 1967 ടാറ്റ ഗ്രൂപ്പും ഒരു ബറോഗസ് ഇൻ ബോംബെ, ഈ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നിട്ടാണ് ഇന്ത്യയിൽ നെറ്റ്വർക്ക് സിസ്റ്റം ആദ്യമായിട്ട് ആരംഭിച്ചത്. സാന്താക്രൂസ് ഇലക്ട്രോണിക്സ് എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ, അതായത് SEEPZ was the first ever software expert zone that was set up in the Andheri East area, Mumbai. It was a special economic zone in Mumbai. അപ്പോൾ ഈ സോൺ എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ എക്കണോമിക് സോണാണ് മുംബൈയിലുള്ള. ദാറ്റ് ഹൗസ്ഡ് ഇലക്ട്രോണിക് ഹാർഡ്വെയർ മാനുഫാക്ചറിംഗ് കമ്പനീസ് ആൻഡ് സോഫ്റ്റ്വെയർ കമ്പനീസ് ഓഫ് ഇന്ത്യ. സൂൺ ആഫ്റ്റർ ഇൻ 1979 നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ NIC, അതായത് 1976 നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ വിങ്സ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ ആ സ്ഥാപനം ഏതാണ്ട് നാഷണൽ ഇൻഫോർമാറ്റീവ് സെന്റർ സ്ഥാപിക്കപ്പെട്ടു. ഇറ്റ് ഹെൽപ് ദ ഇന്ത്യൻ ഗവൺമെന്റ് ടു ജിയർ അപ്പ് ഫോർ ലാർജ് സ്കെയിൽ സെംബളൻസ് വിത്ത് IT in the 1990s. It played a big role in setting up the building blocks of e-governance across the nooks and gullies of the Indian society. അപ്പോൾ in India since 1990, with the incidence of economic reforms, the human resource development sector had seen a revolutionary change. അപ്പോൾ 1990 with the incidence of economic reformsil the human resource development sector had seen a revolutionary change. ഒരു revolutionary change തന്നെ ഈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സെക്ടറിന്റെ സപ്പോർട്ടോടുകൂടി ഇന്ത്യയിൽ തുടങ്ങി. ഡയറക്റ്റ് deployment of computer and interest services had been vital in bringing such revolutionary changes in various sectors, especially education. പല സെക്ടേഴ്സിലും ഈ ലേണിംഗ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് കാണാൻ തുടങ്ങി. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടായത് എഡ്യൂക്കേഷണൽ സെക്ഷനിലാണ്. ഇന്റർനെറ്റ് സർവീസസ് ഹാവ് ബീൻ എൻജോയ്ഡ് ബൈ ദ പീപ്പിൾ ഇൻ ഇന്ത്യ ബൈ വിദേശ് സഞ്ചാർ നിഗം. അപ്പൊ ഇന്റർനെറ്റ് സർവീസസ് ഇന്ത്യയിൽ കൂടുതൽ ആളുകൾക്ക് ഉപയോഗപ്രദമായത് വിദേശ് സഞ്ചാർ നിഗം VSNL സിൻ 1995. ഏതാണ്ട് 1995 മുതലാണ് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും തന്നെ കൂടുതൽ ആളുകൾക്കും ഇത് ഉപകാരപ്രദമായിട്ട് തീർന്നത്. വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് കൂടിയാണ് ഈ ലേണിംഗ് സിസ്റ്റത്തിന്റെ സഹായം ലഭിച്ചു തുടങ്ങി. ദോ ദ സർവീസ് വാസ് പ്രൈമർലി എൻജോയ്ഡ് ഫ്രം അവർ 4 പ്രൈം മെട്രോസ്. അപ്പൊ ഈ പരിപാടി ആദ്യം തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ലഭിച്ചിരുന്നത് 4 പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങളിലായിരുന്നു. അതായത് കൽക്കട്ട, മുംബൈ, ഡൽഹി ആൻഡ് മദ്രാസ് ഓൺലി. ഇറ്റ് വാസ് ലേറ്റർ എക്സ്റ്റെൻഡ് ടു അതർ ഏരിയാസ് ഇൻ 1998. 1998 ബാക്കി സ്ഥലങ്ങളിലോട്ടും കൂടി ഈ ലേണിംഗ് സർവീസ് വ്യാപിപ്പിച്ച്. IT സർവീസസ് deployed in homestead and schools. India understood that it was high time that it should appreciate the prominence and significance of information technology in education, higher education and research. അപ്പോൾ എഡ്യൂക്കേഷനിലും ഹയർ എഡ്യൂക്കേഷനിലും അതുപോലെ തന്നെ റിസർച്ചിലും ഒക്കെ ഈ ITയുടെ സേവനങ്ങൾ, ICTയുടെ സേവനങ്ങൾ കൂടുതൽ ഉപയോഗിക്കണമെന്ന് ഇന്ത്യക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. തന്നെ ആ ആഗ്രഹത്തോടു കൂടി ദ നേഷൻ ദെയർഫോർ സ്റ്റാർട്ടഡ് ദ കമ്പ്യൂട്ടർ ലിറ്ററസി സ്റ്റഡീസ് ഇൻ സ്കൂൾസ്. അപ്പൊ ഈ ഒരു ഉദ്ദേശത്തിന്റെ സാഫല്യമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ദേശം എല്ലായിടത്തും കമ്പ്യൂട്ടർ ലിറ്ററസി സ്റ്റഡീസ് തുടങ്ങിയത് സ്കൂളുകളിൽ. Project to introduce computer literacy in schools. It later on graduated to higher education and institution delivering such education. അത് കഴിഞ്ഞിട്ട് ഈ എഡ്യൂക്കേഷൻ സ്കൂൾ ലെവലിൽ തുടങ്ങി, പിന്നെ അത് ഗ്രാജുവേറ്റഡ് ഹയർ എഡ്യൂക്കേഷൻ ലെവലിലും അങ്ങനെ അതിൻ്റെ ആ പദവികൾ ഉയർത്തിക്കൊണ്ടുവന്നു. In 1964 ശ്രീമതി ഇന്ദിരാഗാന്ധി, the then Prime Minister
proclaimed that education must be brought to all the parts of our country. അപ്പോൾ 1964 അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച രാഷ്ട്രത്തോട് എന്താണ്, ദാറ്റ് എഡ്യൂക്കേഷൻ മസ്റ്റ് ബി ബ്രോട്ട് ടു ഓൾ ദ പാർട്സ് ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും എഡ്യൂക്കേഷൻ ശരിയായ ദിശയിൽ എത്തണം. എസ്പെഷ്യലി ദ വീക്കർ സെക്ഷൻ ഓഫ് അവർ പോപ്പുലേഷൻ, പ്രത്യേകിച്ച് വീക്കർ സെക്ഷന്റെ ഇടയിൽ എഡ്യൂക്കേഷൻ ലഭിക്കണം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി വാസ് ഇനിഷ്യേറ്റഡ് ഇൻ ഓഗസ്റ്റ് 26, 1982 ഇൻ ആന്ധ്രാപ്രദേശ്. അപ്പൊ ഈ ഉദ്ദേശത്തോടു കൂടി രാജ്യത്തിലെ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ലഭിക്കുക, പ്രത്യേകിച്ച് വീക്കർ സെക്ഷന്റെ ഇടയിലും. മറ്റുള്ളവർക്ക് സ്വമേധ ലഭിച്ചോളും, മറ്റുള്ള വീക്കർ സെക്ഷനെ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെയും അവർക്കും എഡ്യൂക്കേഷൻ ലഭിക്കണമെന്നുള്ള ആ ഉദ്ദേശം അന്നത്തെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച് അതിനെ തുടർന്ന് 1982 ഓഗസ്റ്റ് 26 ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശിൽ സ്ഥാപിതമായി. ദ ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി നൗ നോൺ ആസ് BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പൊ ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പൊ അറിയപ്പെടുന്നത് BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ്. റാഡിക്കലൈസ് ദ സ്പേസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻ ദ കൺട്രി. അപ്പൊ എഡ്യൂക്കേഷന്റെ അതുപോലെ ഗവേഷണ കാര്യങ്ങൾക്കൊക്കെ സ്പീഡപ്പ് കൂട്ടി അവർ കൂട്ടിക്കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഫാർ അവേ ഫ്രം ദ sedentary classroom anatomy, this open system challenges the conventional system and resolved to democratize education through rampant use of technology and popular mass media. അപ്പൊ ഇതോടുകൂടി ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ഇങ്ങനെ തുടങ്ങിയത് കൂടി തന്നെ ദിസ് ഓപ്പൺ സിസ്റ്റം ചലഞ്ച് ദ കൺവേർഷണൽ സിസ്റ്റം, പണ്ട് കാലത്ത് സാധാരണ നിലനിന്നിരിക്കുന്ന കൺവേർഷണൽ സിസ്റ്റം, അതായത് ക്ലാസ് റൂമിനകത്തുള്ള ആ ക്ലാസ് പഠിപ്പിക്കൽ എന്നുള്ള പഴയ രീതി, റിസോൾട്ട് ടു ഡെമോക്രൈസ് എഡ്യൂക്കേഷൻ ത്രൂ റാംപ്ഡ് യൂസ് ഓഫ് ടെക്നോളജി. അപ്പൊ അന്നത്തെ ആ സിസ്റ്റം, കൺവെൻഷണൽ സിസ്റ്റത്തിൽ എല്ലാവർക്കും എല്ലാ സമയവും ചേർന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നില്ലെങ്കിലും ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പഠിക്കാനുള്ള ഒരു സൗകര്യം ലഭ്യമായി. അതോടുകൂടി ത്രൂ റാംപ്ഡ് യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് പോപ്പുലർ മാസ് മീഡിയ, അപ്പോൾ അതിൻ്റെ ടെക്നോളജിയും പോപ്പുലർ മാസ് മീഡിയയുടെയൊക്കെ സഹായത്തോടു കൂടി ഈ എഡ്യൂക്കേഷൻ എല്ലാവർക്കും ലഭിക്കുക എന്നുള്ള ആ ഒരു കാര്യം നിർവഹിക്കപ്പെടാനായിട്ട് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി സഹായപ്രദമായി. ഇന്ദിരാഗാന്ധി ഓൺ സെപ്റ്റംബർ 20, 1985 inaugurated an open university that was eventually named after her, that is ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇനി സെപ്റ്റംബർ 20, 1985 ഒരു പുതിയ വേറൊരു യൂണിവേഴ്സിറ്റി, അപ്പോൾ 1982 ആന്ധ്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത്. അതിനുശേഷം 1985 സെപ്റ്റംബർ 20 ഇന്ദിരാഗാന്ധി തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റി, ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച് അതിൻ്റെ ഉദ്ഘാടനം നടത്തി. അതിന് പിന്നീട് അവരുടെ പേര് തന്നെയാണ് നൽകിയത്, അതായത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി. പിന്നീട് ആ യൂണിവേഴ്സിറ്റിക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് നാമാങ്കനം പേര് നൽകുകയും ചെയ്തു. ഷീ ബിലീവ്ഡ് ദാറ്റ് ദ Open University would extend educational exposure and opportunities to all the nooks and corners of the country. അപ്പോൾ അവർക്കറിയായിരുന്നു എഡ്യൂക്കേഷൻ ഇങ്ങനെ എല്ലായിടത്തും കൊടുത്ത രാജ്യത്തിൻ്റെ എല്ലാ കോർണറിലും ഇങ്ങനെ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിലൂടെ എല്ലാവർക്കും എവിടെയെല്ലാം വിദ്യാഭ്യാസം ലഭിക്കാതെയുള്ള സ്ഥലങ്ങളുണ്ട്, ആളുകളുണ്ട്, അവർക്കെല്ലാം ലഭ്യമാവുന്ന ഒരു സാധ്യത ഇതിൽ കൂടി അവർ വിഭാവനം ചെയ്ത്. ദ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ proclaimed that the university had been set up to offer programs through distance learning. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റീസ് ഓഫർ ചെയ്യണം പ്രോഗ്രാംസ്, ഡിസ്റ്റൻസ് ലേണിംഗിൽ കൂടി പ്രോഗ്രാംസ് നൽകണമെന്നുള്ള ഒരു കാര്യം നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 proclaimed. Then with the massive use of mass media and technology, ഇതിന് massive use of mass media and technology is very helpful എന്നും
നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ പ്രഖ്യാപിച്ചത്. Thus, it was quite clear that ICT was tiptoeing into our educational threshold right from schools to higher education and research all over the country. അപ്പോൾ അതോടുകൂടി ഇപ്പോൾ ICT വാസ് tiptoeing എല്ലാമായി തീർന്നു എഡ്യൂക്കേഷൻ ഫീൽഡിൽ, റൈറ്റ് ഫ്രം സ്കൂൾ ടു ഹയർ ലേക്കും അവിടെ നിന്ന് ഗവേഷണ മേഖലകളിലേക്കും എല്ലായിടത്തും ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മാധ്യമമായി തീർന്ന് ICT. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് ICT ഇൻ സോഷ്യൽ റിസർച്ചിൽ ICTയുടെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദ റെലവൻറ്റ് ഏരിയാസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ICT in social research can be broadly classified into 3 major areas. 3 മേജർ ഏരിയ ആയിട്ടാണ് നമുക്ക് ഈ റെലവൻറ്റ് ഏരിയാസ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ICT നമുക്ക് വിഭജിക്കാൻ പറ്റും. റിസർച്ചിലെ 3 പ്രധാന ഏരിയാസ് ആണ്. ആ 3 ഏരിയസിലും എങ്ങനെ ICT ഉപയോഗപ്പെടുത്താമെന്നാണ് ഇവിടെ പറയുന്നത്. അതിൽ ഫസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ പ്രീ ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്. പ്രീ ഡാറ്റ കളക്ഷൻ, ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുമ്പ്, ഡാറ്റ കളക്ഷനും അനാലിസിസും മുമ്പ് ICT എങ്ങനെ പ്രയോജനപ്പെടുത്താം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്. ഡാറ്റ കളക്ഷനിലും അതിൻ്റെ അനാലിസിസിലും എങ്ങനെ ICT പ്രയോജനപ്പെടുത്താം. ഇനി തേർഡ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ പോസ്റ്റ് ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്. അപ്പം ഡാറ്റ കളക്ഷനും അനാലിസിസും കഴിഞ്ഞതിന് ശേഷം ICT എങ്ങനെ പ്രയോജനപ്പെടുത്താം, എങ്ങനെ ഉപയോഗിക്കാം. അപ്പം അങ്ങനെ 3 സ്റ്റേജ് ആയിട്ടാണ് റിസർച്ചിൽ ICTയുടെ പ്രയോഗം വരുന്നത്. അതായത് ഫസ്റ്റ് വൺ ആപ്ലിക്കേഷൻ ഓഫ് ICT in pre-data collection and analysis, second application of ICT in data collection and analysis, and third ICT in post-data collection and analysis. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓഫ് ICT in pre-data collection and analysis എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പ് ഡാറ്റ കളക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ലിറ്ററേച്ചർ റിവ്യൂ. അപ്പോൾ ഏതെങ്കിലും ഒരു റിസർച്ചിലൊരു പ്രോബ്ലം കണ്ടാൽ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിറ്ററേച്ചർ ഓഫ് റിവ്യൂ ആണ്. ആ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലിറ്ററേച്ചറിൻ്റെ സ്റ്റഡി നടത്തുക. അപ്പോൾ അത് ജേർണലിസ്റ്റിൽ നിന്നാകാം, പഴയ റിസർച്ച് മറ്റുള്ളവർ കണ്ടുപിടിച്ചിട്ടുള്ള റിസർച്ച് പ്രബന്ധങ്ങളിൽ നിന്നാകാം, അല്ലെങ്കിൽ അതുപോലെയുള്ള എവിടെ നിന്നൊക്കെ വിവരങ്ങൾ അതിനെക്കുറിച്ച്, ആ പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ കുറിച്ച് അറിവുകൾ എവിടെ നിന്നെല്ലാം സമ്പാദിക്കാൻ പറ്റും, അതിന് പറ്റിയ ലിറ്ററേച്ചറൊക്കെ വായിച്ചു തീർക്കുക. അതാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ move into literature review, for we want to introduce the reader to the topic we wish to address. We actually wanted to make it clear to the readers that we have already learned about the problem in question. A problem ക്വസ്റ്റ്യനിലുള്ള പ്രോബ്ലം നമ്മൾ വായിച്ചു കഴിഞ്ഞ്, അപ്പോൾ ഇനി അതിലെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അതോടനുബന്ധിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുപോലെ എവിടെയെങ്കിലും എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ, ഇനി എന്തെങ്കിലും പുതിയതായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്, ആ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുപിടിക്കാനുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തും. അപ്പോൾ ഇങ്ങനെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്താൻ ഏറ്റവും നല്ല മാധ്യമമാണ് ഇപ്പോൾ ICT എന്ന് പറയുന്നത്. ICTയുടെ സഹായത്തോടു കൂടി നമുക്ക് കൂടുതൽ മെറ്റീരിയൽസ് വായിക്കാനും എളുപ്പത്തിൽ വായിക്കാനും അതുപോലെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അപ്പോൾ the important work must be read and thoroughly delved into before we choose to start our project on this topic. Your review of the literature must point to the inconsistencies and disagreement to be found among the present research findings. പിന്നെ therefore your task will be to find out the research gap and then to look for the ways to address the gap or resolve such incongruities. Performing this arduous task of literature review can be extremely painstaking and rigorous. അപ്പോൾ ഇതുപോലെ ഉള്ള കാര്യങ്ങളും ഒറ്റയ്ക്കിരുന്ന് കണ്ടുപിടിച്ച് വായിച്ച് അങ്ങനെ നീങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ സമയം എടുക്കണം. ഒരുപാട് അത് തിരഞ്ഞെടുക്കൽ കണ്ടുപിടിക്കലൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ്. ടു ഹെൽപ്പ് ദിസ് ഔട്ട്, അപ്പോൾ ഇതിനൊക്കെ സഹായകമായിട്ട് ലോട്ട് ഓഫ് റിസർച്ച് മെറ്റീരിയൽസ് ധാരാളം ലഭ്യമാവും. എങ്ങനെയാണ്? ലിറ്ററേച്ചർ ആൻഡ് ആർട്ടിഫാക്ട്സ് ടുഡേ ക്യാൻ ബി ആക്സസ് ത്രൂ ഇന്റർനെറ്റ് സെർച്ച് എൻജിൻസ് ആൻഡ് ഡാറ്റാബേസസ്. അപ്പോൾ ഇന്റർനെറ്റ് സെർച്ച് എൻജിൻസും ഡാറ്റാബേസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ദീസ് ആർ യൂസ്ഫുൾ
journals, institutional repositories, archives, or other collection of scientific and other articles. We can have a general list of search engines that help us for academic purposes. അപ്പോൾ അക്കാഡമിക് പർപ്പസസിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ എവിടെ നിന്നെല്ലാം കണ്ടുപിടിക്കും എന്നുള്ള അതിൻ്റെ ഒരു ജനറൽ ലിസ്റ്റ് തന്നെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഓൺ ദ അതർ ഹാൻഡ്, ബിബ്ലിയോഗ്രാഫിക് ഡാറ്റാബേസസ് ക്യാൻ ഗിവ് us information findings, book and journal articles. Some providers that supplement us with such databases as EBS Co-Publishing, African Journals Online, Earthy INS, Deep Dive, Google Scholar, Indian Citation Index, JGate, JSTOR, Mendeley, Microsoft Academic, Open Editing Organization, Project Muse, Social Science Citation Index, Social Science Research Network, അതുപോലെ തന്നെ ശോധ് ഗംഗ, സ്വയം പ്രഭ, കേംബ്രിഡ്ജ് കോർ, ടൈലർ ആൻഡ് ഫ്രാൻസിസ്. അപ്പം ഇങ്ങനെ കുറേ സൈറ്റുകളുണ്ട്. ഇവിടെ നിന്നെല്ലാം നമുക്ക് ഇതുപോലെയുള്ള റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നൽകാൻ പര്യാപ്തമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇത് ഈ ICT കൂടെ നമുക്ക് ലഭ്യമാവുന്നത്. അപ്പോൾ അതിൽ we shall look at a few of the database and their functions. ഈ പറഞ്ഞതിൽ നിന്ന് ചിലതിനെയൊക്കെ എടുത്ത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഡാറ്റ ബേസ് ആൻഡ് ദെയർ ഫങ്ഷൻസ് ഇതെങ്ങനെയാണ് ചെയ്തിരുന്നത്. അതിലൊന്ന് ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ശോധ് ഗംഗയാണ്. ഇറ്റ് ഈസ് ദ നെയിം ടേം ടു ഡിനോട്ട് എ ഡിജിറ്റൽ റെപ്പോസിറ്ററി ഓഫ് ഇന്ത്യൻ ഇലക്ട്രോണിക് ഡിസീസസ് ആൻഡ് ഡിസർട്ടേഷൻസ് സെന്ററിൽ നിന്ന് ഉള്ള ഇലക്ട്രോണിക് ഡിസീസ് അതുപോലെ ഡിസർട്ടേഷൻ സെറ്റപ്സിൻ്റെയൊക്കെ ഒരു ഡിജിറ്റൽ റിപ്പോസിറ്ററി ആണ്. ഇലക്ട്രോണിക് തിസീസിൻ്റെയും അതുപോലെ ഡിസർട്ടേഴ്സിൻ്റെ ഒക്കെ ഒരു ചെറിയ രൂപം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നു. വേർഡ് ശോധ് ഗംഗ ഹാഡ് ബീൻ കോയിൻഡ് ഇൻ ഓർഡർ ടു ഐഡന്റിഫൈ ദ digital repository of Indian electronic diseases and dissertation setup by the Influence Center. It is a classic instance of how we can use technology to set up a database and use it extensively for the literature review while researching our specialized field. നമ്മുടെ പ്രത്യേക ഫീൽഡിൽ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എങ്ങനെയൊക്കെ നടത്താം, ഏതെല്ലാം രീതിയിൽ സഹായപ്രദമാകും, എന്തൊക്കെ യൂസ് ചെയ്യുക, എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ശോധ് ഗംഗയിലൂടെ നമുക്ക് ലഭ്യമാണ്. ഇറ്റ് ഹാഡ് ബീൻ സെറ്റ് അപ്പ് യൂസിങ് ആൻ ഓപ്പൺ സോഴ്സ് digital repository software called DSpace, developed by MIT in collaboration with Hewlett Packard. The Shodh Ganga provides us with a platform for the research scholars to deposit their doctoral theses so that it could be made available to the entire scholarly community in open access mode. അപ്പോൾ ഓപ്പൺ ആക്സസ് മോഡിൽ എല്ലാ ഗവേഷക വിദ്യാർത്ഥികൾക്കും ഡോക്ടറൽ തിസീസസ്, അതിൽ ഒരുപാട് ഡോക്ടറൽ തിസീസസും റിസർച്ച് അതുപോലെ ജേർണൽസും ഒക്കെ ഉണ്ട്. അപ്പം അത് വായിക്കാനായിട്ടും മനസ്സിലാക്കാനുമുള്ള അവസരം ലഭിക്കും. ദ റെപ്പോസിറ്ററി ഹാസ് ദ വെർസൈൽ കപ്പാസിറ്റി ടു ക്യാപ്ചർ, ഇൻഡെക്സ്, സ്റ്റോർ, ഡിസെമിനേറ്റ് ആൻഡ് പ്രിസർവ് ദ ഇലക്ട്രോണിക് റിസർച്ച് വർക്ക് സബ്മിറ്റഡ് ബൈ ദ researchers. ഇനി സെക്കൻഡ് ആണ് മെൻഡേലി. മെൻഡേലി ഈസ് എ കമ്പനി ബേസ്ഡ് ഇൻ ലണ്ടൻ വിച്ച് ഈസ് എ പ്രൊവൈഡർ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് റിക്വയർഡ് ഫോർ അക്കാഡമിക് റിസർച്ച്. ഇതും അക്കാഡമിക് റിസർച്ചിനെ ഹെൽപ്പ് ചെയ്യുന്ന വേറെ ഒരു ICTയുടെ ഒരു ഹെൽപ്പറാണ് മെൻഡേലി എന്ന് പറയുന്നത്. അതുപോലെ ശോധ് ഗംഗ ചിലപ്പോൾ ഒക്കെ ഷോർട്ട് നോട്ടിനും ചോദിക്കാറുണ്ട്, പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക ഈ മൂന്ന് കാര്യങ്ങൾ. ഇനി അടുത്തത് ഗൂഗിൾ സ്കോളർ ആണ്. ഗൂഗിൾ സ്കോളർ ഈസ് എ ഫ്രീലി ആക്സസിബിൾ വെബ് search engine that indexes the full text or metadata of scholarly literature across a collection of publishing formats and disciplines. അപ്പോൾ ഗൂഗിൾ സ്കോളർ അതൊരു ഫ്രീലി ആക്സസിബിൾ വെബാണ്, വെബ് സെർച്ച് എഞ്ചിനാണ്. അതിൽ കൂടി നമുക്ക് വേണ്ട the full text or metadata of scholarly literature across a collection of publishing formats. പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒത്തിരി ഫോർമാറ്റ്സിലുള്ള ആ ലിറ്ററേച്ചർ എല്ലാം നമുക്ക് അതിൻ്റെ ടെക്സ്റ്റൊക്കെ ലഭ്യമാകും. ഇറ്റ് കെയിം ഇൻ ടു ഇൻസെപ്ഷൻ ഫ്രം November 2004 ആൻഡ് സിൻസ് ദെൻ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് മോസ്റ്റ് പിയർ റിവ്യൂഡ് ഓൺലൈൻ അക്കാഡമിക് ജേർണൽസ് ആൻഡ് ബുക്സ്, കോൺഫറൻസ് പേപ്പേഴ്സ്,
theses and dissertations, preprints, abstracts, technical reports, and other scholarly literature. It allows users to search for digital or physical copies of article, whether online or in libraries. അപ്പോൾ ഇറ്റ് ഈസ് എൻഗേജ് ഇൻ ഇൻഡെക്സിങ് ഫുൾ ടെക്സ്റ്റ് ജേർണൽ ആർട്ടിക്കിൾസ്. അപ്പോൾ ഇതിൽ പിന്നെ വേറെ കിട്ടുന്നത് ഫുൾ ടെക്സ്റ്റ് ജേർണൽ ആർട്ടിക്കിൾസ്, ടെക്നിക്കൽ റിപ്പോർട്ട്സ്, പ്രീ പ്രിന്റ്സ്, theses, books and other documents which also include web pages that are taken as scholarly. Since Google Scholar's search results feed on commercial journal articles, often we can access only an abstract and citation outline of an article. Only after we പേ എ ഫീ. അപ്പോൾ ആദ്യം അതിൻ്റെ ഔട്ട്ലൈൻ മാത്രമേ കിട്ടുള്ളൂ, പിന്നെ ഒരു ചെറിയ ഫീ കൊടുത്തു കഴിയുമ്പോൾ വി അലൗഡ് ആക്സസ് ടു ദ കണ്ടന്റ് വി ആർ ലുക്കിംഗ് ഫോർ. നമ്മൾ ആഗ്രഹിക്കുന്ന കണ്ടന്റ് എന്താണ് അത് ലഭ്യമാകും. അപ്പോൾ അതിൻ്റെ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. Nevertheless, since 2006 it has provided us with links to both published versions and major open access repositories. ഇനി അടുത്തതാണ് മൈക്രോസോഫ്റ്റ് അക്കാഡമിക്. മൈക്രോസോഫ്റ്റ് അക്കാഡമിക് ഈസ് എ ഫ്രീ പബ്ലിക് വെബ് സെർച്ച് എൻജിൻ ഫോർ അക്കാഡമിക് പബ്ലിക്കേഷൻ ആൻഡ് ലിറ്ററേച്ചർ. അതുപോലെ തന്നെ അക്കാഡമിക് പബ്ലിക്കേഷൻ്റെ ലിറ്ററേച്ചറിൻ്റെ ഒക്കെ ഒരു ഫ്രീ പബ്ലിക് വെബ് സെർച്ച് എഞ്ചിനാണ് മൈക്രോസോഫ്റ്റ് അക്കാഡമിക് എന്ന് പറയുന്നത്. ഇറ്റ് ഹാഡ് ബീൻ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് റിസർച്ച് റിസർച്ച് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് ഹാഡ് ബീൻ ലഞ്ച്ഡ് ഇൻ 2016 ഇത് ലഞ്ച് ചെയ്തത്. ടു എമർജ് വിത്ത് എ ടോട്ടലി ന്യൂ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് സെർച്ച് എഞ്ചിൻ. അപ്പം ഇതും ഗവേഷകർക്ക് ഏറ്റവും സഹായപ്രദമായിട്ടുള്ള ഒരു ICT എഞ്ചിനാണ്. Then application of ICT in data collection and data analysis. അപ്പോൾ ഇത് ഡാറ്റ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് ഡാറ്റ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ഡാറ്റ കളക്ഷൻ. അപ്പോൾ ആപ്ലിക്കേഷൻ ഓൺ ICT ഇൻ ഡാറ്റ കളക്ഷൻ ആൻഡ് ഡാറ്റ അനാലിസിസ്. ഇനി ഡാറ്റ അനാലിസിസിൽ ICT എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണതെന്ന് ആദ്യം അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പ് ഡാറ്റ കളക്ഷൻ. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആക്കിയത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സ്റ്റെപ്പാണ് ഡാറ്റ കളക്ഷൻ. അപ്പോൾ ഈ ഡാറ്റ കളക്ഷനിൽ ICTയുടെ സേവനം എങ്ങനെ ഉപയോഗപ്രദമാക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഒബ്സർവേഷൻ സച്ച് ആസ് എക്സ്പെരിമെൻറ്റ്, സർവേ, റിസർച്ച്, ക്വാളിറ്റേറ്റീവ് ഫീൽഡ് റിസർച്ച്, അൺപ്രൊഡക്റ്റീവ് ആൻഡ് എവാലുവേഷൻ ടെക്നിക്സ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഓരോ മെത്തേഡ്സും പഠിച്ചതാണ് എങ്ങനെയെല്ലാം ഡാറ്റ ഒബ്സർവ് ചെയ്യാമെന്നുള്ളത്. Experiments are possibly the most rigorously controllable of the methods that social science uses. Survey research, on the other hand, is one of the most popular methods in social science. So, social science is a popular method എന്ന് survey research ആണ്. This type of research engages itself with the collecting data by asking people questions. ആളുകളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് സാധാരണ ഇതിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. These can be done, as you know, those self-administered questionnaires or through ഇന്റർവ്യൂസ് അല്ലെങ്കിൽ താൻ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റിനെയറോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആളുകളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്നിട്ട് അതിന്റെ ഉത്തരം എടുക്കുക എന്നുള്ളത്. ഇന്റർവ്യൂസ് ക്യാൻ ബി ബോത്ത് ടെലഫോണിക് ഓർ ഫേസ് ടു ഫേസ്. ഇന്റർവ്യൂ ടെലഫോണിക് ആകാം അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആകാം. ദ ക്വാളിറ്റേറ്റീവ് ഫീൽഡ് റിസർച്ച് ഓൺ ദ അതർ ഹാൻഡ് എക്സാമിൻസ് ദ നാച്ചുറൽ ഫോം ഓഫ് ഡാറ്റ കളക്ഷൻ ബൈ ദ റിസർച്ചേഴ്സ്. അത് ക്വാണ്ടിറ്റേറ്റീവിലാണ് നേരത്തെ പറഞ്ഞ സർവേ മെത്തേഡ് അതുപോലെയുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ ക്വാളിറ്റേറ്റീവ് ഫീൽഡിൽ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് നാച്ചുറൽ ഫോം ഓഫ് ഡാറ്റ കളക്ഷനാണ്. റിസർച്ചേഴ്സ് അവിടെ പോയി താമസിച്ച് അവരോടൊത്ത് ജീവിച്ച് അവരുടെ പരിസ്ഥിതി മനസ്സിലാക്കി അതിനോടൊത്ത് ചേർന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ. ദ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് സോഷ്യൽ ഫിനോമിന ഇൻ നാച്ചുറൽ സെറ്റിംഗ്സ് ആസ് യു മസ്റ്റ് ഹാവ് റീഡ് ഈസ് ദ മോസ്റ്റ് സ്പോണ്ടേനിയസ് ഫോം ഓഫ് ഡാറ്റ കളക്ഷൻ. അത് ഏറ്റവും മോസ്റ്റ് സ്പോണ്ടേനിയസ് ഫോം ഓഫ് ഡാറ്റ കളക്ഷൻ ആണ് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡിൽ നടക്കുന്നത്. ഫോർ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ മേ ബി മോർ ഇന്റിമേറ്റ് ആൻഡ് എംബഡഡ് പാർട്ട് ഓഫ് ദെയർ എവറിഡേ ലിവിംഗ് വിത്ത് വിച്ച് ദേ ജെക്സ്പോസ് ദെയർ റിസർച്ച് മോട്ടീവ്സ്. അപ്പം അവരുടെ കൂടെ ഒപ്പം ചേർന്ന് നിന്ന് താമസിച്ച് അവരെ മനസ്സിലാക്കി പഠിച്ച് എന്നിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഒരു റിസർച്ചർ ചെയ്യണത്. അഗൈൻ ഓൺ ദ അതർ നോട്ട് വി ക്യാൻ ടോക്ക് ഓഫ് 3 still other forms of unobjective data collection such as content analysis of existing statistics, and of course
ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് റിമെയിൻ ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ഫോർ സോഷ്യൽ സയൻസ് റിസർച്ച്. അപ്പോൾ ഇനി ഇതിനെ ഇവിടെ സഹായിക്കണം ടെക്നോളജി അസിസ്റ്റന്റ് എക്സ്പെരിമെന്റ്സ് ഉണ്ട്. വി ഫൈൻഡ് ദാറ്റ് വിത്ത് ഗ്രേറ്റ് എൻതൂസിയാസം റിസർച്ചേഴ്സ് ആർ യൂസിങ് ദ വേൾഡ് വൈഡ് വെബ് ആസ് ടൂൾ ഫോർ കണ്ടക്ടിങ് എക്സ്പെരിമെന്റ്സ്. ഇവിടെ കണ്ടക്ടിങ് എക്സ്പെരിമെന്റ്സിന് വേണ്ടിയിട്ട് വേൾഡ് വൈഡ് വെബ് WWW എന്നുള്ള ആ ടൂൾ യൂസ് ചെയ്യാറുണ്ട്. സിൻസ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസ് ആർ നോട്ട് എസെൻഷ്യൽ in most experiments, social researchers often use volunteers who respond to invitation online. We find experiments set up in conditions far away from natural setup through the help of ICT. help of ICT ഉപയോഗിച്ചിട്ട് വളരെ നാച്ചുറൽ ഫോമിനേക്കാളും കൂടുതൽ എളുപ്പമായിട്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഇനി കമ്പ്യൂട്ടർ അടുത്തതാണ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് സർവേ. ഡാറ്റ ക്യാൻ നൗ ബി കളക്റ്റഡ് via online web-based or internet survey by using for computer assistant survey. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി സർവേ നടത്താൻ പറ്റും. If we use these methods to collect quantitative data, it can be both time saving and cost cutting. അപ്പോൾ വില കൂടുതൽ ചെലവില്ലാതെയും അതുപോലെ സമയം സേവ് ചെയ്തിട്ടും വളരെ കുറഞ്ഞ സമയത്ത് ഡാറ്റ കളക്ട് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് ഈ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് സർവേ. അതുപോലെ തന്നെ വ്യക്തമായിട്ട് ചിലവരുടെയൊക്കെ അടുത്ത് പോയി നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി, HIV ഓർ അതർ ഫോംസ് ഓഫ് സ്റ്റിഗ്മ മേ ബി ഹെസിറ്റേറ്റ് ടു ഗോ ഫോർ ഫേസ് ടു ഫേസ് സർവേസ്. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഫേസ് ടു ഫേസ് സർവേ ബുദ്ധിമുട്ടാണ്. അപ്പം അവിടെയെല്ലാം ഫലപ്രദമായിട്ടുള്ള രീതിയാണ് ഈ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് സർവേ. ഞാൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്, അത് വായിച്ചു നോക്കുക. അപ്പം അതിന് ഈ പാക്കേജ് some of these packages have been enlisted below. ഈ താഴെ തന്നിരിക്കുന്ന ക്രിയേറ്റ് സർവേ, ഇസെറ്റ് സർവേ, ഫോം സർവേ, സൈറ്റ്, ഹോസ്റ്ററ്റ്, സർവേ മങ്കി, സർവേ സൈറ്റ്, വെബ് സർവേയർ, ഇതെല്ലാം ഈ കാര്യത്തിന് വളരെ സഹായപ്രദമായിട്ടുള്ള. ദീസ് പാക്കേജസ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് us navigate our survey research processes. ഇനി അടുത്തത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പേഴ്സണൽ ഇന്റർവ്യൂ. അതാണ് it is a technique used frequently for data collection on a handy device. For the last decade, the apt use of this technology can be noticed, especially owing to its cost effectiveness, usability and prompt availability of data. Researchers use CAPI, അതായത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പേഴ്സണൽ ഇന്റർവ്യൂയിങ്, അത് റിസർച്ചേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. വളരെ ലാഭപ്രദവും എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. ഡാറ്റ കളക്ഷന് സെൽഫ് റിലയൻസ് ഓൺ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആൻഡ് പെർസിസ്റ്റന്റ്ലി ട്രാക്സ് ദ അൺഅവൈലബിൾ റെസ്പോൺസസ്. ഇനി ഇതിനു വേണ്ടിയിട്ടും ഈ CAPI സോഫ്റ്റ്വെയർ commonly used in data collection are given below. അതായത് ബ്ലേസ് അത് ഡെവലപ്പ് ചെയ്തേക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് നെതർലാൻഡ്, CSP Pro, ഡോബ്ലോ, ഓപ്പൺ ഡാറ്റ കിറ്റ്, സർവേ ബി, സർവേയർ സൊല്യൂഷൻസ്, ഇതെല്ലാം അതിനു വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർസ്. ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ ഡാറ്റ അനാലിസിസ്. അപ്പോൾ ഡാറ്റ ഒബ്സർവേഷൻ കഴിഞ്ഞാൽ പിന്നെ കളക്ഷൻ കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സാണ് ഡാറ്റ അനാലിസിസ്. Now we shall move to the data analysis part, which is yet another important stage of research design. It is a process of inspecting, cleansing, transforming, and modeling data with the objective of discovering crucial facts that influence decision making in research policies. അപ്പോൾ data analysis have several facets and perspective pertaining to the discipline in which it is used. അപ്പോൾ ഈ ഡാറ്റ അനാലിസിസിൽ കുറേ സ്റ്റെപ്സുകളുണ്ട്, അതെല്ലാം വളരെ കറക്റ്റായിട്ട് ചെയ്യേണ്ടതുണ്ട്. In the statistical applications which you will learn, അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഉണ്ട്, അതുപോലെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഉണ്ട്. അപ്പോൾ ഈ ഡാറ്റ അനാലിസിസ് ഈ രണ്ട് ടൈപ്പിലും ചെയ്യേണ്ടതുണ്ട്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ബേസ്ഡ്, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് ബേസ്ഡ് ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടും സോഫ്റ്റ്വെയർസ് വളരെയധികം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഫോർ ഡാറ്റ അനാലിസിസ്, അതിൽ പ്രധാനപ്പെട്ടത് ഏതാണ്? ഇൻസ്ട്രുമെന്റ്സ്. The ways ICTs help us in making such analysis. Some of these free software come handy for data analysis. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നോട്ടബിൾ എമംഗ്സ്റ്റ് them. ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഡാറ്റ അനാലിസിസ് ചെയ്യണ ICT എൻജിൻസ് എന്ന് പറയുന്നത് ഡെവ് ഇൻഫോ, എൽക്കി, കിനിമി, ഓറഞ്ച് പാണ്ട, സ്പോ,
ആർ റൂട്ട്സ് എക്സെട്ര. ഇനി അത് ഓരോന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും ഷോർട്ട് നോട്ടിനും വരാം, അല്ലെങ്കിൽ എസ്സേയിൽ ചേർത്ത് എഴുതാനും മനസ്സിലാക്കിയിരിക്കുക. ഡെവിനോഫോ, ഇറ്റ് വാസ് എ ഡാറ്റാബേസ് സിസ്റ്റം ക്രിയേറ്റഡ് അണ്ടർ ദ പാർട്ടനേജ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ആൻഡ് endorsed eventually by the United Nations Development Group for Monitoring Human Development. അടുത്തത് എൽഖിയ, പിന്നെ പാണ്ടാസ്. ഇതെപ്പോഴും ഷോർട്ട് നോട്ടിൽ കാണുന്നതാണ് പാണ്ടാസ് എന്നുള്ളത്. ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ലൈബ്രറി റിട്ടേൺ ഫോർ ഡാറ്റ മാനിപ്പുലേഷൻ ആൻഡ് അനാലിസിസ്. ഡാറ്റ മാനിപ്പുലേഷനും അനാലിസിസിനും വേണ്ടി യൂസ് ചെയ്യണ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ലൈബ്രറിയാണ് പാണ്ടാസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചും കൂടി വായിച്ചു നോക്കിയേക്കുക. അടുത്തത് ആപ്ലിക്കേഷൻസ് ഓഫ് ICT പോസ്റ്റ് ഡാറ്റ കളക്ഷൻ ആൻഡ് ഡാറ്റ അനാലിസിസ്. അപ്പോൾ ഡാറ്റ ഒബ്സർവേഷൻ കഴിഞ്ഞ്, കളക്ഷൻ കഴിഞ്ഞ്, അനാലിസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് പോസ്റ്റ് ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്. അപ്പോൾ ഡാറ്റ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ള കാര്യം ICT എന്താണ് ചെയ്യണമെന്ന്. അപ്പം നമ്മൾ ഡാറ്റ എല്ലാം അനാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ റിപ്പോർട്ട് കറക്റ്റായിട്ട് ഉണ്ടാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ അത് നൽകുക. ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് വി ട്രൈ ടു ചോക്ക് ഔട്ട് ദ വേരിയസ് സ്ട്രാറ്റജീസ് ഫോർ റാപ്പിംഗ് അപ്പ് അവർ റിസർച്ച് ഫൈൻഡിങ്സ് ആൻഡ് പ്രസൻറ്റിംഗ് ദം ഓൺ ദ പബ്ലിക് ഡൊമൈൻ. പബ്ലിക് ഡൊമൈനിൽ നമ്മൾ ഇത് പ്രസൻറ്റ് ചെയ്യണത് പിന്നീട് ഒത്തിരി കാര്യങ്ങളും കൂടി അതൊന്നും കൂടി പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യത ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം. അപ്പോൾ സ്പീക്കിംഗ് ബ്രോഡ്ലി ദ പോക്കറ്റ്സ് ഓഫ് ദ പോസ്റ്റ് ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ഫേസ് ക്യാൻ ബി ജനറേറ്റ് സിറ്റുവേഷൻ ഫോർ അവർ റിസർച്ച് ഷെയറിംഗ്. അപ്പോൾ അവിടെ ഈ സിറ്റുവേഷൻ ഇൻ റിസർച്ച് ആൻഡ് ദ ICT, അപ്പോൾ അങ്ങനെ നോക്കാനായിട്ട് വി ആർ യൂസ് വേരിയസ് ടൂൾസ് വിത്ത് സപ്പോർട്ട് ഫ്രം ICT ടു അസംബിൾ സിറ്റുവേഷൻസ് വിത്ത് ലിമിറ്റഡ് എഫേർട്സ്. അപ്പോൾ ചില ടൂൾസ് ഉപയോഗിച്ചിട്ട് അതിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നമുക്ക് സഹായപ്രദമാകും. ദീസ് ആർ ദ മെക്കാനിസംസ് വി ക്യാൻ യൂസ് വിത്ത് എ വെറൈറ്റി ഓഫ് സിസ്റ്റംസ് ദാറ്റ് ഹെൽപ്പ് us ഫോർമാറ്റ് ദ കംപ്ലീറ്റ് റെഫറൻസസ് ഫോർ അവർ പേപ്പർ വിത്ത് ദ മിനിമൈസ്ഡ് എഫോർട്ട്. ആസ് യു നോ, while we write a paper, we have to identify the source of books, journal or any other scholastic content that we have used in our articles to give due credit to the source of author. അപ്പം നമ്മളൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇത് തയ്യാറാക്കി കഴിയുമ്പോഴേക്കും അതിൽ പല സോഴ്സസിൽ നിന്ന് പല അറിവുകൾ നമ്മൾ സംഗ്രഹിച്ച് എഴുതിയിട്ടുണ്ടാവും, പലതും നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് എവിടെ നിന്നാണ് ഏതിൽ നിന്നാണെന്നൊക്കെ എല്ലാം വ്യക്തമാക്കണം. അപ്പോൾ അതെല്ലാം വളരെ കറക്റ്റായിട്ടും വ്യക്തമായിട്ടും പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നതാണ് ഈ ICTയുടെ പ്രയോഗത്തിൽ കൂടി വരുന്നത്. സം ഓഫ് ദ ടൂൾസ് ദാറ്റ് വി യൂസ് ഫോർ ദിസ് പർപ്പസ് ആർ സിറ്റുവേഷൻ ഹട്ട്, സിറ്റർ, സിട്രോയിഡ്, മേക്ക്റഫ്, റഫ് സ്ക്രിപ്പർ, വെബ് റഫ്. ഇതെല്ലാം ഈ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അത് വളരെ കൃത്യതയോടുകൂടി തയ്യാറാക്കാൻ പറ്റും. അടുത്തതാണ് പ്ലഗേരിയസം ചെക്സ്. പ്ലഗേരിയസ് എന്ന് വെച്ചാൽ കോപ്പിയടി. പലപ്പോഴും തിസീസിലൊക്കെ ഗവേഷണത്തിലൊക്കെ കോപ്പിയടി ഒരു പ്രശ്നമാകാറുണ്ട്. മറ്റുള്ളവർ എഴുതിയത് ഭാഷ അല്ലെങ്കിൽ അവരുടെ വിചാരങ്ങൾ, അവരുടെ വികാരങ്ങൾ, അവർ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ കോപ്പി അടിച്ചിട്ട് തൻ്റെ റിപ്പോർട്ടിൽ ചേർത്ത് വെക്കുന്ന ഒരു പ്രവണത, അത് വളരെ തെറ്റായതും ഇതിൻ്റെ റിസർച്ച് എത്തിക്സിന് വളരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളുണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയ ടൂൾസ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ICT. പ്ലാഗറിസം ഈസ് ദ അൺഅതോറിറ്റേറിയൻ യൂസ് ഓഫ് അനദർ ഓതേഴ്സ് ലാംഗ്വേജ്, thoughts, ideas or expressions is one's own original work. Plagiarism is considered an academic breach of trust and a violation of journalistic ethics. It is subject to sanctions such as penalties, suspension, expulsion, substantial fines and even ഇൻകാർസറേഷൻ. അപ്പോൾ പലതരം ഇങ്ങനെയുള്ളത് വളരെ കുറ്റമായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവരുടെ വർക്കിൽ നിന്ന് കോപ്പി ചെയ്യുക എന്നുള്ളത് അത് ചിലപ്പോൾ പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും, സസ്പെൻഷൻ നേരിടേണ്ടതായിട്ട് വരും, പുറത്താക്കപ്പെടും, ചിലപ്പോൾ ഫൈൻ അടക്കേണ്ടതായിട്ട് വരും, ചില സന്ദർഭങ്ങളിൽ തടവ് ശിക്ഷ ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറ്റങ്ങളൊന്നും ചെയ്യാതെ മുന്നോട്ട് പോകണം. അങ്ങനെ എന്തെങ്കിലും ഈ ഇതിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റിയ ടൂൾസും ICT ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്, ICTയിൽ ഉണ്ട്. അപ്പോൾ അത് നാഷണൽ ലെവൽ ഉണ്ട്. ഇനി അടുത്തത് പബ്ലിഷിംഗ് ദ റിസർച്ച് ഫൈൻഡിങ്സ്. ലാസ്റ്റ് സ്റ്റെപ്പാണ് റിസർച്ച്
ഫൈൻഡിങ്സ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എവിടെ കൂടി എങ്ങനെ പബ്ലിഷ് ചെയ്യണമെന്നുള്ള അതിനുള്ള ഹെൽപ്പ് ICT വഴി കിട്ടും. ഹിയർ അഗൈൻ വി ക്യാൻ ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ICT ഫോർ ചൂസിങ് ദ റൈറ്റ് പ്ലേസ് ഫോർ publishing our scholarly work and following the allied processes. Instead of manually submitting our manuscripts, we generally go for online submission. അപ്പോൾ മാനുവലി സബ്മിറ്റ് ചെയ്യാതെ ഓൺലൈൻ സബ്മിഷനും കൂടി ചെയ്യുകയാണെങ്കിൽ such digital platforms are both convenient and time saving. അത് ഏറ്റവും സൗകര്യപ്രദവും ടൈം സേവിങ്സും ആയിട്ടുള്ള ഒരു കാര്യമായി തീരും. വി ചൂസ് ജേർണൽസ് അക്കോർഡിംഗ് ടു അവർ ഇൻട്രസ്റ്റ് ഏരിയാസ് ആൻഡ് യൂഷ്വലി വിസിറ്റ് ദെയർ വെബ്സൈറ്റ്. വി ഹാവ് ടു ഫോളോ ദെയർ ഇൻസ്ട്രക്ഷൻസ് സ്ട്രിക്ട്ലി ഫോർ സബ്മിറ്റിംഗ് അവർ മാനുസ്ക്രിപ്റ്റ്സ് ഓൺലൈൻ. ബിസൈഡ്സ് എ വെറൈറ്റി ഓഫ് ജേർണൽ അവൈലബിൾ അറ്റ് അവർ ഡിസ്പോസിബിൾ. അപ്പോൾ ഇവിടെ ഈ കെയർ എന്നുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ വിച്ച് ഫങ്ഷൻസ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദ കെയർ എംപവേർഡ് കമ്മിറ്റി. കെയർ എംപവേർഡ് കമ്മിറ്റി അതായത് UGC ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗതിയാണിത്. UGC ടു പബ്ലിഷ് ജേർണൽസ് ആൻഡ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദിയർ കെയർ ലിസ്റ്റ്. അപ്പോൾ കെയർ ലിസ്റ്റിൽ പെടുത്തി പബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ICTയുടെ സഹായത്തോടുകൂടി റിസർച്ച് ഫീൽഡിൽ ചെയ്യാവുന്നത്.